BLM, Kerala, Tamil Nadu, Pondicherry. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ മറുപടി നൽകി ചുമതലയുണ്ടായിരുന്ന ന്യൂസ് എഡിറ്റർ KR അജയൻ കള്ളൻ വിജയൻ ഫീച്ചറിൽ പാർട്ടി വിരുദ്ധ ഇല്ലെന്നും തലക്കെട്ടിൽ പ്രശ്നമുള്ളതായി തോന്നില്ലെന്നുമായിരുന്നു അജയന്റെ മറുപടി. ഏറ്റവും മികച്ചത് എന്ന നിലയിലാണ് കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിൽ നൽകിയത്. തെറ്റുപറ്റിയതായി തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും വിശദീകരണ നോട്ടീസിന് നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ പാർട്ടി നേതൃത്വം ഇടപെടുകയും KR അജയന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. 4 മണിക്ക് മുൻപ് വിശദീകരണം നൽകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതുപ്രകാരമാണ് അജയന്റെ മറുപടി വന്നിരിക്കുന്നത്. ഞായറാഴ്ച ദേശാഭിമാനി വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരിക്കുന്ന വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പാർട്ടി ഇടപെടൽ. സാധാരണ നിലയിൽ ഞായറാഴ്ച പത്രത്തോടൊപ്പം പുറത്തിറങ്ങേണ്ടതാണ് വാരാന്ത്യ പതിപ്പ്. എന്നാൽ ഇന്നലെ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങിയില്ല. അച്ചടിച്ച ശേഷമായിരുന്നു വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങാതിരുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു ദേശാഭിമാനിയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ VS അച്യുതാനന്ദന്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ലേഖനമാണ് വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണമെന്ന വാർത്തകൾ ഉയർന്നു. ഇതോടെ വാരാന്ത്യ പതിപ്പിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ അച്ചടിച്ച ലേഖനമാണ് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണമെന്ന് ദേശാഭിമാനി വിശദീകരിച്ചു. അനൗദ്യോഗികമായിരുന്നു വിശദീകരണം. ഇതിന് പിന്നാലെ പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ കൂടിയായ CPM മുതിർന്ന നേതാവ് M സ്വരാജ് രംഗത്തെത്തി. വിവാദങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ വരുന്നതെന്നുമാണ് സ്വരാജ് പറഞ്ഞത്. VSനെ പോലെ ഒരാളെ ഇത്തരം വിവാദങ്ങളുടെ പേരിൽ വലിച്ചിഴക്കരുത്. വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചില്ല എന്നത് വസ്തുതയാണ്. സാങ്കേതിക പ്രശ്നം മൂലമാണ് അച്ചടിക്കാതിരുന്നത്. ഒരു യൂണിറ്റിൽ സ്വകാര്യ പ്രസ്സിൽ നിന്നാണ് പത്രം അച്ചടിക്കുന്നത്. അവിടെ യന്ത്രത്തകരാർ ഉണ്ടായതോടെ സമയബന്ധിതമായി പത്രം അച്ചടിക്കുന്നതിൽ പ്രശ്നമുണ്ടാവുകയായിരുന്നു. VSന്റെ അനുസ്മരണം ഒഴിവാക്കി എന്ന ഹീനമായ വാർത്തയാണ് ചിലരൊക്കെ നൽകിയതെന്നും കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം ദേശാഭിമാനിയിൽ ഇല്ലെന്നും M സ്വരാജ് പറഞ്ഞിരുന്നു. എന്നാൽ M സ്വരാജിന്റെ അവകാശവാദത്തിനെതിരെ നാടക പ്രവർത്തകൻ വിജയൻ രംഗത്തെത്തി. ഫീച്ചർ ചെയ്യുന്നതിനായി ദേശാഭിമാനിയിൽ നിന്ന് 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയതെന്നും വിജയൻ പറഞ്ഞു. കള്ളൻ വിജയൻ ധന്യ നാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന പേരിൽ വാരാന്ത്യ പതിപ്പിന്റെ അവസാന പേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ലേഖനത്തിൽ പരാമർശിക്കുന്ന പുല്ലമ്പാറയിലുള്ള നാടകഗ്രാമത്തെയും അതിൻ്റെ ഉടമ S വിജയകുമാറിനെയും കുറിച്ചാണ്. നാട്ടിൽ കള്ളൻ വിജയൻ എന്ന പേരിലാണ് S വിജയൻ അറിയപ്പെടുന്നത്. ഒരാഴ്ചയാവും വന്നിട്ട് 2 പേരാണ് വന്നത്. തന്നോട് കാര്യങ്ങളെല്ലാം തിരക്കുകയും താൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ആവശ്യപ്പെട്ടിരുന്നു. 2 ദിവസത്തിനിടെ അതും അയച്ചു കൊടുത്തു. ഗ്രൂപ്പ് ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്, S വിജയൻ പറഞ്ഞു. ഇതോടെ ദേശാഭിമാനി S വിജയന്റെ ജീവിതം ലേഖനമാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. അതേസമയം ദേശാഭിമാനി വാരാന്ത്യ പതിപ്പ് ലേഖന വിവാദത്തിൽ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് എഡിറ്റർ KR അജയനെ വാരാന്ത്യ പതിപ്പ് ചുമതലയിൽ നിന്ന് മാറ്റാനാണ് പാർട്ടി ആലോചിക്കുന്നതെന്ന വിവരം. സസ്പെൻഷൻ വേണമെന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. വാരാന്ത്യ പതിപ്പിലെ ഉള്ളടക്കം സംബന്ധിച്ച വിവരം പുറത്തു വന്നതിൽ അജയന് പങ്കുണ്ടെന്ന നിഗമനത്തിലാണ് മാനേജ്മെന്റ്. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് മാനേജ്മെന്റ് നടപടിക്കൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം വിശദീകരണം ആവശ്യപ്പെട്ട KR അജയന് പാർട്ടി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നായിരുന്നു അജയൻ നൽകിയ മറുപടി. വിവാദത്തിന് പിന്നാലെ വിഷയം പുറത്തു വന്നതിൽ അജയന് പങ്കുണ്ടോ എന്ന കണ്ടെത്തൽ ഓഫീസിലെ കമ്പ്യൂട്ടർ അടക്കം പരിശോധിക്കാനാണ് നീക്കം. കള്ളൻ വിജയൻ എന്ന ഫീച്ചർ ഒഴിവാക്കണമെന്ന് അജയനോട് അതിൻ്റെ സോഫ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ നിർദ്ദേശിച്ചിരുന്നുവെന്ന വിവരം. എന്നാൽ ആ ഫീച്ചർ നൽകണമെന്നും അതിൽ പാർട്ടി വിരുദ്ധമായി ഒന്നുമില്ലെന്നുമായിരുന്നു അജയന്റെ നിലപാട്. ഈ തർക്കം നിലനിന്നത് മൂലമാണ് മറ്റൊന്ന് ഉൾക്കൊള്ളിച്ച വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കാൻ കഴിയാതിരുന്നത്. അതിൻ്റെ വാശിയിൽ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള വിവരം അജയൻ പുറത്തുവിട്ടതാണോ എന്നതിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം വാരാന്ത്യ പതിപ്പ് വിവാദത്തിൽ റെസിഡൻസ് എഡിറ്റർ M സ്വരാജ് നൽകിയ വിശദീകരണം തള്ളുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാരാന്ത്യ പതിപ്പ് അച്ചടിച്ചില്ല എന്നത് വസ്തുതയാണെന്നും സാങ്കേതിക പ്രശ്നം മൂലമാണ് അച്ചടിക്കാതിരുന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. VSന്റെ അനുസ്മരണം ഒഴിവാക്കിയെന്ന ഹീനമായ വാർത്തയാണ് ചിലരൊക്കെ നൽകിയതെന്നും കള്ളൻ വിജയൻ എന്ന പേരിൽ ഒരു ലേഖനം ദേശാഭിമാനിയിൽ ഇല്ലെന്നും M സ്വരാജ് പറഞ്ഞിരുന്നു. എന്നാൽ M സ്വരാജിന്റെ അവകാശവാദത്തിനെതിരെ നാടക പ്രവർത്തകൻ വിജയൻ രംഗത്തെത്തി. ഫീച്ചർ ചെയ്യുന്നതിനായി ദേശാഭിമാനിയിൽ നിന്നും 2 പേർ വീട്ടിൽ വന്നിരുന്നുവെന്നും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞാണ് മടങ്ങിയതെന്നും വിജയൻ പറഞ്ഞു. കൂടാതെ ഫീച്ചറിന്റെ പൂർണ്ണരൂപം ലേഖകൻ TC രാജേഷ് എന്ന ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.